Good morning all of you. Okay ആണ് എല്ലാവരും? ടെൻഷൻ ഉണ്ടോ എല്ലാവർക്കും? എക്സാം ടൈം അടുത്ത് വന്നപ്പോഴത്തേക്ക് എക്സാമിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടോ? ഡേറ്റ് അടുക്കുന്നതിനനുസരിച്ച് ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ക്വസ്റ്റ്യൻ തരട്ടെ, ആൻസേഴ്സ് പറഞ്ഞു നോക്കണം കേട്ടോ. ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു നോക്കണം. കാര്യം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ഞാൻ ധൈര്യത്തെ പറയും, ആൻസേഴ്സ് പറഞ്ഞു നോക്കാനായിട്ട് ഞാൻ പറയും കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ആണെങ്കിൽ ഞാൻ പറയും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം, വായിച്ച് നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ എന്ന് പറയും. ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തെ പറയുന്നത് ആൻസർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് കയറി വരും നമുക്കല്ലേ. അന്നേരം നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഏതാണ്? സൺലൈറ്റ് ഓൾസോ കോൾഡ് വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് കളേഴ്സ്. എന്താ പറഞ്ഞത്? സൺലൈറ്റ് എന്താ പറഞ്ഞത്? സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ്, വൈറ്റ് ലൈറ്റ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എത്ര കളേഴ്സ് ആണ് കാണപ്പെടുക എന്നുള്ളതാണ് അല്ലെ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? 7 കളേഴ്സ് ആണ്. ഈ കളേഴ്സിന് കാരണമായിട്ടുള്ള പ്രോസസ്സ് ഏതായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ, ഈ കളേഴ്സിന് കാരണമായിട്ടുള്ള പ്രോസസ്സ് ഏതായിരുന്നു? ഡിസ്പേർഷൻ ആണ്. ഡിസ്പേർഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര്? ഡിസ്പേർഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം. ഡിസ്പേർഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ഓക്കെ, സർ ഐസക് ന്യൂട്ടൺ ആണ്. ഉപയോഗിച്ച ഡിവൈസ് ഏതാണ്? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്രിസം ആണ്. ഓക്കെ, ഇത്രയും കാര്യം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആ കളേഴ്സ് ആണ് എന്ത് പേരിൽ അറിയപ്പെട്ട? വിബ്ജിയോർ എന്നുള്ള പേരിൽ അറിയപ്പെട്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള വിബ്ജിയോർ എന്നുള്ള പേരിലാണ് 7 കളേഴ്സ് അറിയപ്പെടുന്നത്. ഈ 7 കളേഴ്സ് അല്ലെങ്കിൽ വിബ്ജിയോർ എന്നുള്ള റിലേറ്റഡ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെയിൻബോയിൽ കളേഴ്സ് കാണപ്പെടുന്നത്. ഇത്രയും കാര്യം ആ ക്വസ്റ്റിനിൽ നിന്ന് കിട്ടിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a special characteristic unique to sound? സൗണ്ട് അല്ലെ, സൗണ്ടിന്റെ എന്താണ് റിലേറ്റീവ് ആയിട്ടുള്ള, ഓക്കെ, സൗണ്ടിന്റെ ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കി. നോക്കിയേ, ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ലൗഡ്നെസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത സൗണ്ടിന്റെ ക്യാരക്ടറായിട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലൗഡ്നെസ് ആണ്, ഉച്ചത എന്ന് പറയുന്നതാണ് അല്ലെ. ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇത് മൂന്നും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എന്തുമായിട്ടാണ്? ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ലൈറ്റിന്റെ പ്രോസസ് ആണ്, ലൈറ്റിന്റെ പ്രോസസ്സുകളാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിബ്ജിയോർ ഫോം ചെയ്യുന്ന ഡിസ്പേർഷൻ വഴിയാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണില് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു വസ്തുവിനെ കാണുന്നുണ്ട്, അത് ഏത് പ്രോസസ്സ് വഴിയാണ്? റിഫ്ലക്ഷൻ വഴിയാണ്. റീസൺ എന്താണ്? ഒരു പ്രതലത്തിൽ ചെന്ന് ലൈറ്റ് തട്ടി എന്ത് ചെയ്യണം, ബൗൺസ് ചെയ്ത് നമ്മുടെ കണ്ണിൽ തിരിച്ച് വീണ് റെറ്റിനയിൽ വീണാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ വസ്തുവിനെ കാണാനായിട്ട് പറ്റൂ. അന്നേരം നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെയാ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുളത്തിന്റെ കരയ്ക്ക് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആഴം മെഷർമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞ രീതിയിൽ നമുക്ക് ആഴം കാണും. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡെപ്ത് കൂടുതലായിരിക്കും. നമ്മൾ കണ്ടതിനെക്കാട്ടി എന്ത് ചെയ്യും, ആഴം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് കാരണം ഏതാണ്? ലൈറ്റിന്റെ റിഫ്രാക്ഷൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീക്കറിനകത്ത് ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഇട്ട് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്ത് കാണപ്പെടും, ഒടിഞ്ഞായിട്ട് കാണപ്പെടും നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. അതും ലൈറ്റിന്റെ ഏത് പ്രോസസ്സാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് ചോദിക്കുന്നെങ്കിൽ ഏതാണ്? ലൗഡ്നെസ് ആണ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം എന്നറിയപ്പെടുന്നത്. നമുക്ക് ഓഡിബിൾ റേഞ്ച് തൊട്ട് എത്രയാണ് നമ്മുടെ ഓഡിബിൾ റേഞ്ച്? ആ ഓഡിബിൾ റേഞ്ചിന് പറയുന്ന പേരെന്താണ്? ടോട്ടലായിട്ട് ആ ഓഡിബിൾ റേഞ്ചിന് ഒരു പേര് പറയുന്നുണ്ടല്ലോ, എന്താണ്? 20 Hz to 20,000 Hz വരെയുള്ള ഓഡിബിൾ റേഞ്ചിനെ നമ്മൾ പറയുന്നത് ഏതായിരുന്നു? ഒരു പേര് പറയുമല്ലോ, ഏതായിരുന്നു ആ പേര്? സോണിക് സൗണ്ട്. ഓക്കെ, ബെനിഫിറ്റ് ഉണ്ട്, ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സോണിക് സൗണ്ട് എന്നാണ് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടിനെ പറയുന്ന പേര്, സോണിക് സൗണ്ട് എന്നുള്ളതായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൗണ്ട് ഈസ് ജനറലി കൺസിഡർ മെലോഡിയസ്? ഏത് തരത്തിലുള്ള സൗണ്ട് ആണ് മെലോഡിയസ്, മീൻസ് കേൾക്കാൻ സുഖമുള്ളത്, നമുക്ക് ആപ്റ്റ് ആയിട്ട് നമുക്ക് കൂൾ മൈൻഡൊക്കെ ആക്കുന്നത് മെലോഡിയസ് ആയിട്ടുള്ള സൗണ്ട് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓക്കെ, നോയ്സ് ഫ്രം എ കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ. കൺസ്ട്രക്ഷൻ സൈറ്റ് ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ പണിയുന്നിടത്തെ സൗണ്ട് ആണോ? അടുത്ത നോക്കിംഗ് ഓഫ് വെഹിക്കിൾസ് നോക്ക് ചെയ്യുന്നതാണോ? അടുത്ത നോക്കിയേ, സ്റ്റുഡൻസ് ടോക്കിംഗ് ഇൻ എ ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ബഹളം വെക്കുന്നതാണോ? അടുത്ത മ്യൂസിക് പ്ലേഡ് അറ്റ് എ റെസണസിബിൾ വോളിയം, നമുക്ക് കേൾക്കാൻ പറ്റുന്ന വോളിയത്തിൽ
ചെറിയ വോളിയത്തിൽ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സുഖത്തിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണോ? ഏതായിരിക്കും ആൻസർ വരിക? നമുക്ക് മെലോഡിയസ് ആയിട്ട് തോന്നുന്നത് ഏത് സൗണ്ട് ആയിരിക്കും? മ്യൂസിക് പ്ലേഡ് അറ്റ് റെസണൻസബിൾ എന്തായിരിക്കും? വോളിയമാണ് അല്ലേ? നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള വോളിയത്തിൽ ചെറിയ രീതിയിൽ നമുക്ക് മെലോഡിയസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന എപ്പോഴും എന്തായിരിക്കും? മ്യൂസിക് ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജെക്ട് or device is generally used to break or complete the circuit of an electric appliance? ഓക്കെ, എന്താണ്? ഒരു ഇലക്ട്രിക് അപ്ലയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഒന്നാമത്തെ നോക്കിയേ. കോയില്, തെർമോമീറ്റർ, സ്വിച്ച്, പുള്ളി. ഏതായിരിക്കും നമ്മളെ ഡിവൈസ്? ഓക്കെ, ആൻസർ വന്നു കഴിഞ്ഞു. ഏതാണ്? സ്വിച്ച് ആണ് അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ട് അല്ലേ? അതായത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്വിച്ച് എടുക്കുന്ന സമയത്ത് എന്ത് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ലൈറ്റോ ഫാനോ വാഷിംഗ് മെഷീനോ നമ്മളെ ഉപകരണങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ടോട്ടലി അത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുകയാണ്. അന്നേരം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട് ഡിവൈസ് ഈസ് ജനറലി യൂസ്ഡ് ടു ബ്രേക്ക് ഓർ കംപ്ലീറ്റ് ദ സർക്യൂട്ട് ഓഫ് ആൻ ഇലക്ട്രിക് അപ്ലയൻസ്? ഒരു ഇലക്ട്രിക് അപ്ലയൻസിന്റെ ഇലക്ട്രിക് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്വിച്ച് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ്. ക്ലിയർ ആണേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? നാലാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഇൻ ഇറ്റ് സോളിഡ് ഓർ ഡ്രൈ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഡ്രൈ ഐസ്. നോക്കിയ താഴെ തന്നിരിക്കുന്ന ഒരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? സോളിഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റേറ്റിലോ കാണപ്പെടുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏത് കോമ്പൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഏത് എലമെന്റിനെ അല്ലെങ്കിൽ ഏതിനെയാണ് ചോദിച്ചേക്കുക? ഓപ്ഷൻ ഏതാണ്? നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ആർഗൺ. ഏതാണ് ആൻസർ വരിക? ഓക്കെ, രണ്ടുപേർ ആൻസർ ചെയ്തു. ആദ്യത്തിനും അബി ആൻസർ ചെയ്തു നൈട്രജൻ ആണെന്ന്. പക്ഷേ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. തെറ്റിപ്പോകരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഡ്രൈ ഐസ് അല്ലെ? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. തെറ്റിപ്പോകരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. നൈട്രജൻ അല്ല. നൈട്രജൻ എന്താ പ്രത്യേകത? അതായത് അന്തരീക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ്സിനൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും? നൈട്രജൻ ആണ് അല്ലെ? നമുക്കറിയാം പയർ ചെടിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഉണ്ട് അല്ലെ? റൈസോസോബിയം എന്നറിയപ്പെടുന്ന ഫിക്സേഷൻ ബാക്ടീരിയസ് ഉണ്ട്. ഇത് അന്തരീക്ഷത്തിലെ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ യൂസ് ചെയ്യുന്ന രീതിയിൽ നൈട്രജനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പയർ ചെടി കൃഷി ചെയ്തിട്ട് വേറെ നമ്മൾ എന്തെങ്കിലും വിളവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇത് മണ്ണിനടിയിൽ തന്നെ കിടന്ന് അതെന്ത് ചെയ്യുന്നുണ്ട്? ആ നൈട്രജന്റെ കണ്ടന്റ് എന്ത് ചെയ്യുക? മണ്ണിൽ പ്രോപ്പറായിട്ട് നിലനിർത്തും. അങ്ങനെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നൈട്രജൻ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. മീൻസ് വേണ്ടത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ എഴുതേണ്ടത്? നൈട്രജൻ ആണ്. 78% കാണപ്പെടുന്ന എന്താണ്? നൈട്രജൻ ആണ് അല്ലെ? 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 78% എന്ത് കാണപ്പെടുന്നുണ്ട്? നൈട്രജൻ കാണപ്പെടുന്നുണ്ട്. 21% മാത്രമാണ് എന്ത് കാണപ്പെടുക? ഓക്സിജൻ കാണപ്പെടുന്നത് അല്ലെ? ഓക്സിജൻ കാണപ്പെടുന്നത് എത്രയാണ്? 21% മാത്രമാണ് ഓക്സിജൻ കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? അന്നേരം സോളിഡ് ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന അല്ലേ അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് തെറ്റിപ്പോകരുത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നൈട്രജൻ എങ്ങും പറയല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചിലപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരാം. അതുകൊണ്ട് ആ ഒരു കാര്യം മറക്കേ ചെയ്യരുത് കേട്ടോ. ക്ലിയർ ആണ്? ഹീലിയം എന്താണ് പ്രത്യേകത? നമുക്കറിയാം ഫ്ലോട്ടിംഗ് ബലൂൺസിൽ അല്ലേ, ഫ്ലോട്ടിംഗ് ആയിട്ടല്ലേ പൊങ്ങിക്കിടക്കുന്ന ബലൂൺസിനകത്തൊക്കെ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ആണ് ഹീലിയവും ഹൈഡ്രജനും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. ഇതെന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ബലൂണൊക്കെ ഫ്ലോട്ട് ചെയ്ത് കാണാൻ പറ്റുക, അല്ലെങ്കിൽ പൊങ്ങി പറക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബലൂൺ എന്ന് പറയും. അതിനെ കൈവിട്ട് കഴിഞ്ഞാൽ എന്ത് വെച്ചു? അത് പൊങ്ങിപ്പോകും. അന്നേരം അതിനകത്ത് ഇതിനകത്തൊക്കെ ഫില്ല് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹീലിയവും അതുപോലെ തന്നെ ഏതാണ്? ഹൈഡ്രജനുമാണ് ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ആർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർട്ട് ഗ്യാസ് ആണ് അല്ലെ? ഇനേർട്ട് ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ എന്താണ്? ഒരു റിയാക്ഷനിലും പങ്കെടുക്കത്തില്ല. കാര്യം എന്താണ്? അവ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് അതിനകത്ത് ഫിൽഡ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അവ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അതുകൊണ്ടാണ് അവർ എന്തെന്നറിയപ്പെടുന്നത്? അലസവാതകന്മാര് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്?
ഓക്കെ ആണ്. ഇനി തെറ്റിക്കില്ലല്ലോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The process through which heat moves in a gaseous is called. ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേര് എന്താണ്? ഓക്കെ, കാർബണൈസേഷൻ, ന്യൂട്രലൈസേഷൻ, കൺവെക്ഷൻ, സെഡിമെന്റേഷൻ. ഏതായിരിക്കും ആൻസർ? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തു, അബി ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? കൺവെക്ഷൻ ആണ് അല്ലെ. കൺവെക്ഷൻ മെത്തേഡ് വഴിയാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബീക്കറിനകത്ത് നമ്മൾ മണ്ണും വെള്ളം കൂടെ നന്നായിട്ട് കലർത്തി ഷേക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? അത് വെള്ളം അടിഞ്ഞു വെള്ളത്തിനടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വസ്തുക്കൾ അടിഞ്ഞു കൂടുകയും വെള്ളം മുകളിൽ കണക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെഡിമെന്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ്? ഒരു ആസിഡ് ഒരു ബേസോട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിലാണ് വരുന്നത് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ടേസ്റ്റ് സോർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ആസിഡ്. ഓക്കെ, എന്താണ്? ഏത് ടേസ്റ്റ് നമുക്കറിയാം. സോർ ടേസ്റ്റ് എന്നറിയപ്പെടുന്ന ഏതിനാണ്? ആസിഡിക് സബ്സ്റ്റൻസിനാണ് സോർ ടേസ്റ്റ് ഉള്ളത്. പുളിരസമുള്ളത് അസിഡിക് സബ്സ്റ്റൻസിനാണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഏതിനകത്താണ്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ഷുഗർ, വിനിഗർ, സോൾട്ട്, ഹണി. ഏതിനകത്താണ്? ഓക്കെ, വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയും എഥനോയിക് ആസിഡ്. അതോടെ പഠിച്ചു വെച്ചേക്കണം. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എന്താണ്? എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വിനിഗറിനെയാണ്. CH3COOH. ഇതാണ് എന്ത് ചെയ്യുക? അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനിഗറിന്റെ എന്താണ് സിംബോളിക് റെപ്രസെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? CH3COOH ആണ് എന്ന് പറയുക അസറ്റിക് ആസിഡിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫിസിക്കൽ ചേഞ്ച് ഏതാണ്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഏതാണ്? ഡൈജഷൻ ഓഫ് ഫുഡ്. രണ്ടാമത്തെ എന്താണ്? ഫോട്ടോസിന്തസിസ്. അടുത്ത ഏതാണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ്, ബേണിംഗ് ഓഫ് കോള്. ഏതായിരിക്കും ആൻസർ? ഓക്കെ, ആൻസർ ചെയ്തോ. ഏതാണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണ്. നോക്കിയേ, ഡൈജഷൻ ഓഫ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുന്നു? മൗത്തിൽ ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ സ്ട്രക്ചർ മാറുന്നുണ്ടല്ലേ. ചവച്ചരച്ച് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. സലൈവയായിട്ട് കൂടിക്കലർന്നല്ലേ. അവിടെ നമ്മൾ ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിൽ എത്തുന്നുണ്ട്. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ന്യൂട്രിയൻസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ന്യൂട്രിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് നമ്മൾ കഴിച്ച ഫുഡായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ഫോട്ടോസിന്തസിസ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുക? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, ക്ലോറോഫിൽ. എന്താണ് ക്ലോറോഫിൽ എന്നറിയപ്പെടുന്നത്? ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ്. ലീഫിന് ഗ്രീൻ കളർ പിഗ്മെന്റ് നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, ക്ലോറോഫിൽ. ഇതിന്റെയൊക്കെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും തിരിച്ച് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റില്ല? കാർബൺ ഡൈ ഓക്സൈഡിന് സെപ്പറേറ്റോ അല്ലെങ്കിൽ എന്താണ് സൺലൈറ്റിന്റെ പ്രത്യേകം അങ്ങനെ ഒന്നും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. പുതിയ പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അടുത്ത നോക്കിയാൽ ബേണിംഗ് ഓഫ് കോള് കത്തുന്നു, കൽക്കരി കത്തുന്നു. കത്തി എന്താണ്? മൊത്തം പോവുകയാണ്. തിരിച്ച് നമുക്ക് അതിനെ കോളാക്കി മാറ്റാനായിട്ട് പറ്റുകയും ചെയ്യില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ബേണിംഗ് ഓഫ് കോൾ എന്താണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്തെന്നറിയപ്പെടുക? മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്നറിയപ്പെടുക. വാക്സ് മീൻസ് എന്താണ്? മെഴുക് അല്ലെ. ഈ മെഴുക് എന്ത് ചെയ്യുന്നുണ്ട്? മെൽറ്റ് ആവുന്നുണ്ട്. ഈ വാക്സിനെ മെൽറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഷേപ്പ് മാറ്റിയിട്ട് അതേ ഷേപ്പിലുള്ള മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതേ സ്ട്രക്ചറിൽ മാറ്റാനായിട്ട് പറ്റും. ഇത് മാത്രമാണ് എന്തെന്നറിയപ്പെടുക? അന്നേരം ഫിസിക്കൽ ചേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഇനി നോക്കിയേ, ബേണിംഗ് ഓഫ് കാൻഡിൽ. എന്തായിരിക്കും ബേണിംഗ് ഓഫ് കാൻഡിൽ? ഏത് ചേഞ്ച് ആയിരിക്കും ബേണിംഗ് ഓഫ് കാൻഡിൽ എന്നറിയപ്പെടുക? മെഴുകുതിരി കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചേഞ്ചിന് എക്സാമ്പിൾ ആണ്? ഏതാണ്? ഓക്കെ, ആദ്യത്തെയും പറഞ്ഞു ഫിസിക്കൽ ചേഞ്ചിനാണെന്ന് പറഞ്ഞു. പക്ഷെ തെറ്റാണ്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അഭിയും പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് എന്താണ് പറഞ്ഞത്? കാൻഡിൽ. മെഴുകുതിരി കത്തുകയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഒരു മെഴുകുതിരി എടുത്തു, നമ്മൾ എന്ത് ചെയ്യുകയാണ്? കത്തിക്കുകയാണ് അല്ലേ. ബേൺ ചെയ്യുകയാണ്. ബേൺ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വാക്സും ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്? ത്രെഡ് ഉണ്ട്
അല്ലേ? നമ്മൾ മെഴുകുതിരി എടുത്തു, ഓക്കെ, ഒരു മെഴുകുതിരിയാണ്, ഇത് നമ്മൾ കത്തിച്ചു അല്ലേ? ഇതിന്റെ നടുക്ക് എന്തുണ്ട്? ത്രെഡ് ഉണ്ട്. അതിന് മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്ത് പറ്റും? ഈ വാക്സ് ഉരുകി എന്ത് ചെയ്യുന്നുണ്ട്? താഴെ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നുണ്ട് അല്ലേ? ഈ ത്രെഡ് നോക്കി നമുക്കറിയാം, ത്രെഡ് എന്ത് ചെയ്യും? ഇതിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ത്രെഡ് എന്ത് ചെയ്യുകയാണ്? തീർന്നു പോവുകയാണ് അല്ലെ? ത്രെഡ് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇല്ലാണ്ടാവുകയാണ്. അന്നേരം നമുക്ക് എന്ത് പറയാം? ഏത് ചേഞ്ച് ഇത് പറയാനായിട്ട് പറ്റും? ത്രെഡ് അവിടെ ഇല്ല, ത്രെഡിനെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല, വാക്സ് മാത്രമേ ഉള്ളൂ. അന്നേരം ഏത് ചേഞ്ച് ആയിരിക്കും അത്? ഏത് ചേഞ്ച് ആയിരിക്കും? കെമിക്കൽ ചേഞ്ച് എന്നല്ല പറയേണ്ടത്, ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്നാ പറയേണ്ടത്. നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, GDക്ക് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ആണ് എന്തെന്നറിയപ്പെടുക? ബേണിംഗ് ഓഫ് കാൻഡിൽ എന്നറിയപ്പെടുന്നത്. ബേണിംഗ് ഓഫ് കാൻഡിൽ ആണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെൽറ്റിംഗ് ഓഫ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ്, കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ത്രെഡും കത്തി മാറുന്നുണ്ട് അല്ലെ? അന്നേരം എന്താണ്? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ആണ് ഏതിനകത്തുള്ളത്? എന്താണ് ഇതിനകത്തുള്ള ഈ ബേണിംഗ് ഓഫ് കാൻഡിലിനകത്ത് ഉള്ളത്. ഇനി തെറ്റിക്കോ? ഇല്ലല്ലോ. ബേണിംഗ് ഓഫ് കാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ് അല്ലെ? പ്രോസസ് ഓഫ് റസ്റ്റിംഗ് അയൺ പ്ലസ് ഡാഷ് പ്ലസ് വാട്ടർ ഗീവ്സ് റസ്റ്റ്. ഓക്കെ, എന്താണ്? അയണും ഏതോ ഒരു സബ്സ്റ്റൻസുമായിട്ടാണ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? വാട്ടറും അല്ലെ? ഇത് മൂന്നുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡാഷിന്റെ അടുത്ത് വരുന്ന ഒബ്ജക്റ്റ് ഏതായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ഗ്യാസസ് ആണ്. നോക്കിയേ, ഓക്സിജൻ ഗ്യാസ്, നൈട്രജൻ, മീഥൈൻ, ഹൈഡ്രജൻ. ഏതായിരിക്കും ആൻസർ വരിക? ഓക്സിജൻ ആണ്. ഇവിടെ ഓക്സിഡേഷൻ പ്രോസസ് ആണ് നടക്കുക. അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? അയൺ എന്ത് ചെയ്യുന്നുണ്ട്? അയൺ പ്ലസ് ഓക്സിജൻ അല്ലേ? ഓക്സിജൻ പ്ലസ് വാട്ടർ, ഇത് ഇത്രയും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? റസ്റ്റ് ഫോം ചെയ്യുന്നത്. അന്നേരം നോക്കിയേ, അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ ഗീവ്സ് എന്തായിരിക്കും? റസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജനറലി സബ്സ്റ്റൻസ് ദാറ്റ് ആർ ബേസിക് ഇൻ നേച്ചർ ആർ. എന്താണ് പറഞ്ഞേക്ക്? സബ്സ്റ്റൻസിനകത്ത് ബേസിക് നേച്ചർ ജനറലി വരുന്നത് ഏതായിരിക്കും? നോക്കിയേ, സ്വീറ്റ് ടു ടേസ്റ്റ് ആൻഡ് റഫ് ടു ടച്ച്. എന്തായാലും സ്വീറ്റ് ടേസ്റ്റ് അല്ല, കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അല്ലേ? അടുത്ത നോക്കി, എന്താണ്? സോൾട്ടി ടു ടേസ്റ്റ് ആൻഡ് റഫ് ടു ടച്ച്. സോൾട്ടി ടേസ്റ്റും ടച്ച് ചെയ്യുമ്പോൾ റഫ് സർഫസ് പോലെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, ബിറ്റർ ടു ടേസ്റ്റ് ആൻഡ് സോപ്പി ടു ടച്ച് അല്ലെ? ബിറ്റർ ടേസ്റ്റും തൊടുമ്പോൾ സോപ്പിന്റെ സ്ട്രക്ചറും ആയിരിക്കും. അടുത്ത നോക്കിയേ, സോർ ടു ടേസ്റ്റ് ആൻഡ് സോപ്പി ടു ടച്ച്. അതായത് സോർ ടേസ്റ്റ് പുളിരസവും അതുപോലെ സോപ്പി ടു ടച്ചും ആയിരിക്കും. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും വരിക? നമുക്കറിയാം, ബേസിക് സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നത് ബിറ്റർ ടേസ്റ്റ് ആണ് അവർക്കുള്ളത് അല്ലെ? ആസിഡിന് സോർ ടേസ്റ്റ് ആണെങ്കിൽ ബേസിന് ഏത് ടേസ്റ്റ് ആയിരിക്കും? ബിറ്റർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടു ടേസ്റ്റ് ആൻഡ് സോപ്പി ടു ടച്ച്, തൊടുമ്പോൾ എന്ത് പറ്റും? വഴുവഴുപ്പ് പോലെ കാണപ്പെടുന്ന സോപ്പ്, നമ്മൾ സോപ്പ് എടുത്തിട്ട് കൈ പിടിക്കുമ്പോൾ കാണപ്പെടുന്ന ആ ഒരു തെറ്റിൽ പോലാണ് എന്ത് ചെയ്യുക? ബേസിക് സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നത്. അന്നേരം എന്താണ്? ബിറ്റർ ടേസ്റ്റും അതുപോലെ തന്നെ എന്താണ്? സോപ്പി ടു ടച്ചും ആയിരിക്കും എന്തെന്നറിയപ്പെടുക? ബേസിക്കിന്റെ നേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലാന്റ്സ് കനോട്ട് പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡാഷ്. എന്താ പറഞ്ഞേക്ക? പ്ലാന്റ്സിന് എന്താണ്? പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കനോട്ട് പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എന്താണ്? ഡാഷ്. ഏതിന്റെ ആബ്സെൻസിലാണ് പ്ലാന്റ്സിന് ഫുഡ് നിർമ്മിക്കാൻ പറ്റാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഏതായിരിക്കും ആൻസർ വരിക? ഏതാണ്? ഓക്കെ, എന്തിന്റെ പ്രസൻസ് വേണം? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചാണ് എന്ത് ചെയ്യുക? പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സ്വന്തമായിട്ടുള്ള ഫുഡായിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് പ്രോസസ്സ് വഴി? ഫോട്ടോസിന്തസിസ് പറയുന്ന പ്രോസസ്സ് വഴി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? ഏതായിരിക്കും? ഓക്സിജൻ അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചെന്ത് ചെയ്യുകയാണ്? റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഓക്സിജനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഡാഷ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിലെ ഇന്റഗ്രൽ പാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ടങ്ക്, ബ്രെയിന്, നോസ്, സ്കിന്ന്. ഏതായിരിക്കും ആൻസർ വരിക? ഓക്കെ, ടങ്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നെർവ് സിസ്റ്റവുമായിട്ട് വരത്തില്ല അല്ലെ. സ്പൈനൽ കോഡൊക്കെയാണ് നെർവ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അങ്ങനെ എന്ത് വരത്തില്ല, നെർവ് സിസ്റ്റത്തിനകത്ത് ടങ്ക് മെയിൻ കണ്ടന്റ് അല്ല. അടുത്ത ഏതാണ്? നോസ് ഉണ്ട്, സ്കിന്നുണ്ട്, ബ്രെയിൻ ഉണ്ട്. സ്കിൻ എന്താണ്? ലാർജസ്റ്റ് എന്താണ്? നമ്മുടെ ഓർഗൻ ആണ് അല്ലെ. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? സ്കിന്നാണ് എഴുതേണ്ടത് അല്ലേ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? നെർവ് സിസ്റ്റവുമായിട്ട് പാർട്ടായിട്ട് ഇന്റഗ്രൽ പാർട്ട് എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രെയിൻ ആണ് അല്ലേ. നമുക്ക് സ്റ്റിമുലയൊക്കെ വരുന്നത് അല്ലെ, സ്റ്റിമുലയൊക്കെ വരുന്നുണ്ട്. നെർവ് സിസ്റ്റം ഒക്കെ ആയിട്ട് സ്പൈനൽ കോഡൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ബ്രെയിൻ ആണ്. അതിന്റെ ആൻസർ എന്താ വരിക? രണ്ടാമത്തെയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. നോസ്, റൈനോളജി അല്ലെ. റൈനോളജി ആണ് എന്തെന്നറിയപ്പെടുക? സ്റ്റഡി ഓഫ് നോസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? റൈനോളജി ആണ്. സ്കിൻ ആണെങ്കിൽ എന്താണ്? ഡെർമറ്റോളജി അല്ലെ. ഡെർമറ്റോളജി ആണ് എന്തെന്നറിയപ്പെടുക? സ്റ്റഡി ഓഫ് എന്നറിയപ്പെടുന്നുണ്ട്. സ്കിൻ എന്ന് അറിയപ്പെടുന്ന ഡെർമറ്റോളജി ആണ്. ക്ലിയർ ആണ്. 12 ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡാഷ് ഈസ് ഓർ ആർ നോട്ട് എ പാർട്ട് ഓഫ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ. നോട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ. ഓവറീസ്, ഓവിഡക്റ്റ്, യൂട്രസ്, പീനസ്. ഏതായിരിക്കും വരിക? ഏതാണ്? ഓവറീസും ഓവിഡക്റ്റും യൂട്രസും. ഇത് മൂന്നും എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളതാണ് അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. പെനിൻസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് വരുന്നതാണ് അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് വരുന്നതാണ്. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ നാലാമത്തെയാണ് അല്ലേ. നാലാമത്തെയാണ് എന്തെന്ന് പറയുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരാത്ത പാർട്ട് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ആർ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം. താഴെ തന്നിരിക്കുന്നതിനകത്ത് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഏതാണ്? എലിഫന്റ്, അമീബ, ഫ്ലൈസ്, ഹ്യൂമൻസ്. ഏതായിരിക്കും ആൻസർ വരിക? അമീബയാണ് സിംഗിൾ സെൽഡ് ആനിമൽസ്. ഒറ്റ സെല്ല് മാത്രമേ കാണത്തുള്ളൂ. എല്ലാ ഫംഗ്ഷൻ ചെയ്യാനും എന്താണ്? ഈ ഒരു സെല്ല് മാത്രമേ കാണപ്പെടുത്തുള്ളൂ. എലിഫന്റ്, ഫ്ലൈസ്, ഹ്യൂമൻസ് ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് കണ്ടെയ്നിങ് പിസ്റ്റിൽ ആൻഡ് ഓർ സ്റ്റേമൻ. സ്റ്റേമനും പിസ്റ്റിലൊക്കെ കാണപ്പെടുന്ന പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണ് കാണപ്പെടുക? ഓപ്ഷൻ നോക്കിയേ. ഫ്ലവർ, റൂട്ട്, ഫ്രൂട്ട്സ്, ലീവ്സ്. 4 ഓപ്ഷൻ. ഇതെല്ലാം എന്താണ്? പ്ലാന്റ്സിന്റെ പാർട്ടാണ് അല്ലേ. പ്ലാന്റ്സിന്റെ പാർട്ടാണ് ഫ്ലവർ, റൂട്ട്, ഫ്രൂട്ട്, അതുപോലെ എന്താണ്? ലീവ്സ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് പിസ്റ്റില് അല്ലെങ്കിൽ എന്താണ്? സ്റ്റേമൻ എന്നൊക്കെ അറിയാം, സ്റ്റിഗ്മ എന്നൊക്കെ അറിയപ്പെടുന്നത് എപ്പോഴും ഏതിലാണ്? ഫ്ലവറിന്റെ പാർട്ടാണ് അല്ലെ. ഫ്ലവർ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. 4 പെറ്റൽസ് ഉള്ള ഫ്ലവർ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പോളൻ ഗ്രൈൻസ് ഉണ്ട്, പോളൻ ഉണ്ട്, ട്യൂബ് ഉണ്ട് അല്ലെ. എന്താണ്? സ്റ്റേമൻ ഉണ്ട്, പിസ്റ്റിലുണ്ട്, ഓവറി ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് കാണപ്പെടുന്നത് നമുക്ക് ഈ പ്ലാന്റ്സ് മീൻസ് അല്ല എന്താണ്? ഫ്ലവറിനകത്ത് കാണപ്പെടുന്നുണ്ട്. അന്നേരം സ്റ്റേമനും പിസ്റ്റിലും ഏതിലെ പാർട്ടാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫ്ലവറിലെ പാർട്ടുകൾ ആണ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ യൂണിറ്റ് ഓഫ് സ്പീഡ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ്? സ്പീഡിന്റെ യൂണിറ്റ് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ, സെക്കൻഡ് പെർ മിനിറ്റ്, മൈൽസ് പെർ അവർ. ഏതായിരിക്കും വരിക? ഏതാണ് വരിക? സെക്കൻഡ് പെർ എന്താണ്? മീറ്റർ ആണ്. ഇത് മാത്രമാണ് എന്തെന്നറിയപ്പെടുക? നോട്ട് എ യൂണിറ്റ് ഓഫ് സ്പീഡ് എന്നറിയപ്പെടുന്നത് അല്ലേ. മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? സ്പീഡിന്റെയാണ്. കിലോമീറ്റർ പെർ അവർ എന്താണ്? എന്തിന്റെയാണ്? സ്പീഡിന്റെയാണ്. മൈൽസ് പെർ അവർ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? സ്പീഡിന്റെയാണ്. പക്ഷെ സെക്കൻഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമോ ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഏതുമായിട്ടല്ല? സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം അല്ല. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് സിംബൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ
ക്ലോസ്ഡ് സ്വിച്ച് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം. നോക്കി എന്താ പറഞ്ഞേക്ക, വാട്ട് സിമ്പിൾ ഈസ് യൂസ് ടു റെപ്രസെന്റ് എ ക്ലോസ്ഡ് സ്വിച്ച് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ നോക്കി അതിനകത്ത് എന്താണ് നോക്കി കണക്ട് എന്താണ് ക്ലോസ് സ്വിച്ച് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രാം. ഇലക്ട്രിക് സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് എന്താണ് സിംബോളിക് റെപ്രസെന്റ് എങ്ങനെയാണ് ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വരുമ്പോഴത്തേക്ക് എന്തിനെ ആക്ട് കാണിക്കുന്നുണ്ട്, എ ലൈൻ കണക്റ്റഡ് ടു ഡോട്ട്സ് അല്ല, എന്താണ് രണ്ട് ഡോട്ടുകളെ മാത്രമാണ്, 2 ഡോട്ടുകളാണ്, 2 ഡോട്ടുകൾ ചേർന്നിരിക്കുന്നതാണ്. ലൈൻസ് അങ്ങനെ കാണിക്കും, 2 ഡോട്ട്സുകൾ ചേർന്നിരിക്കുകയാണെങ്കിൽ ക്ലോസ്ഡും ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട്. നോക്കിയാൽ മതി 2 ഡോട്ടുകൾ കൊണ്ടാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുക, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, സ്വിച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എ ലൈൻ കണക്റ്റഡ് 2 ഡോട്ട്സ് അല്ല, 2 ഡോട്ടുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുക സ്വിച്ചിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ കൊടുക്കുന്നത്. ക്ലിയർ ആണ്? ഓപ്പൺ ആണെങ്കിൽ 2 സ്വിച്ച് ഇങ്ങനെ തുറന്ന് കണക്കിരിക്കും, ക്ലോസ്ഡ് ആണെങ്കിൽ 2 ഡോട്ട് ഇങ്ങനെ ചേർന്നിരിക്കും. ഓപ്പൺ ആണെങ്കിൽ ഇങ്ങനെ തുറന്നിങ്ങനെ ഇരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ നോക്കിയാൽ മതി, ഇങ്ങനെ തുറന്നിരിക്കുന്ന കണക്കാണെങ്കിൽ ഓപ്പണും ചേർന്നിരിക്കുവാണെങ്കിൽ എന്തായിരിക്കും ക്ലോസ്ഡും ആയിരിക്കും കേട്ടോ. 2 ഡോട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. താഴെ തന്നിരിക്കുന്ന ഏത് മെറ്റീരിയലാണ് മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുക? ഓപ്ഷൻ നോക്കിയേ, പ്ലാസ്റ്റിക്, വുഡ്, അയൺ, ഗ്ലാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അയൺ നെയിൽസിന് എന്ത് ചെയ്യുകയാണ് മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ല, വുഡ് അല്ല, ഗ്ലാസ് അല്ല, ഏതാണ് അയണിനെയാണ് എന്ത് ചെയ്യുക മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ല മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് എ റിഫ്ലക്റ്റഡ് റേ? എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ നോക്കി, എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. എന്താണ് ഒരു സർഫസിൽ എന്തെങ്കിലും ലൈറ്റ് റേസ് വന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കി, എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ബൗൺസ് ഓഫ് എ സർഫസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. എന്താണ് പറയുക, ഏതെങ്കിലും ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വീണ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്ത് പോകുന്നതാണ് റിഫ്ലക്റ്റഡ് റേ. അടുത്തേതാണ്, ദ റേ ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് റിഫ്ലക്റ്റഡ് റേ. അടുത്തേതാണ്, എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ഗെറ്റ് അബ്സോർബ് ബൈ എ സർഫസ്. ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വീണ് അബ്സോർബ് ചെയ്യുന്നതാണെങ്കിൽ അത് എന്തായിരിക്കും റിഫ്ലക്റ്റഡ് റേ ആയിരിക്കും. ഇത്രയും ഓപ്ഷനകത്ത് നമുക്ക് ഏതാണ് ചെയ്യേണ്ടത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റേ ഓഫ് ലൈറ്റ് ദാറ്റ് ബൗൺസ് ഓഫ് എ സർഫസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അല്ലേ. ഒരു സർഫസിൽ ചെന്ന് ലൈറ്റ് റേസ് എന്ത് ചെയ്യുകയാണ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നടന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. അവിടെ തട്ടി തിരിച്ചെന്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ബോൾ എടുത്ത് എറിയുമ്പോൾ എങ്ങനെ സർഫസിൽ ചെന്ന് ഒരു ബോൾ എടുത്ത് നമ്മൾ എറിയുകയാണ്, ആ സർഫസിൽ ചെന്ന ബോൾ തട്ടി എന്ത് ചെയ്യും തിരിച്ച് നമ്മുടെ അടുത്തോട്ട് തന്നെ വരും അല്ലേ. അന്നേരം ബൗൺസ് ബാക്ക് ആണെങ്കിൽ എന്തായിരിക്കും അത് റിഫ്ലക്റ്റഡ് റേക്ക് എക്സാമ്പിൾ ആണ്. അന്നേരം ഏതാ വരിക, 2ാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 20ാം ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ വേപ്പർ ഹാസ് ദ എബിലിറ്റി. വാട്ടർ വേപ്പർ എന്തിനുള്ള എബിലിറ്റി ആണുള്ളത്? ടു സ്പ്രെഡ് ഇൻ എ ലിമിറ്റഡ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ അവൈലബിലിറ്റി സ്പേസിൽ എൻറ്റർ ചെയ്യാനുള്ളത്. അടുത്തേതാണ്, ടു ഫ്ലോ ഇൻ അവൈലബിലിറ്റി സ്പേസിലുള്ളിടത്തെല്ലാം ഫ്ലോ ചെയ്യാനുള്ളതാണ്. അടുത്തെന്താണ്, ടു ഫ്ലോ ഇൻ എ ലിമിറ്റഡ് ഏരിയ. എന്തായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? ടു സ്പ്രെഡ് ഇൻ എ ലിമിറ്റഡ് ഏരിയ ആണോ? തെറ്റാണ്. ടു സ്പ്രെഡ് ഇൻ എ എൻറ്റയർ അവൈലബിൾ സ്പേസ് എന്താണ് വരിക? എന്താണ് അവൈലബിൾ സ്പേസിൽ എൻറ്റർ ചെയ്യാനാണോ? അല്ല. എന്താണ്? ടു ഫ്ലോ ഇൻ ദ അവൈലബിൾ സ്പേസ് ആണ് വരിക അല്ലേ. അതായത് അവൈലബിൾ സ്പേസിൽ എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്ത് പോകാനുള്ളതാണ് വാട്ടർ വേപ്പറിന്റെ കഴിവ്. വാട്ടർ വേപ്പർ എന്താണ് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ വരുന്നതാണ് സ്പ്രെഡിങ് വരിക അല്ലേ. ഇതിവിടെ എന്താണ്, വാട്ടർ വേപ്പർ ആണ്. അവർക്ക് ഇതിനുള്ള കഴിവാണ്, ഫ്ലോ ചെയ്യാനുള്ള കഴിവാണ്. അന്നേരം എന്താ വരിക, ടു ഫ്ലോ ഇൻ എ അവൈലബിൾ സ്പേസ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? തെറ്റിക്കല്ലേ?
ഓക്കെ, തെറ്റിച്ച് പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ബേസസ്? അല്ലെ, ബേസസിൽ പറയുമ്പോൾ ട്രൂ ആയിട്ടുള്ളത് എന്താണ്? ദേ ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ്, തെറ്റാണ്. അടുത്ത ദേ ആർ സോൾട്ടി ഇൻ ടേസ്റ്റ്, തെറ്റാണ്. ദേ ആർ ബിറ്റർ ഇൻ ടേസ്റ്റ്, അടുത്തേതാണ്? ബിറ്റർ ടേസ്റ്റ് ആണ് ഏർക്കുള്ളത്, ബേസിനുള്ളത്. ദേ ആർ സോർ ഇൻ ടേസ്റ്റ്, ഏതിനാണ്? ആസിഡിനാണുള്ളത്. അന്നേരം ആൻസർ ഏതാ വരിക? ദേ ആർ ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? മൂന്നാമത്തെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് ഇൻവോൾവ്സ് ഇൻ ദ ബട്ടർ മിൽക്ക് മേക്കിംഗ് പ്രോസസ്സ്? ബട്ടർ മിൽക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ബട്ടർ മിൽക്ക് മീൻസ് എന്താണ്? നമ്മൾ തൈര് ഉടച്ചെടുക്കുന്നതാണ്, അതിനെയാണ് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ഏതാണ്? ഫിൽട്രേഷൻ, ചേർണിങ്, വിനോയിങ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഏതായിരിക്കും? നോക്കി, ഏതാണ്? ചേർണിങ് ആണ് എന്തെന്നറിയപ്പെടുക? നമ്മൾ ബട്ടർ മിൽക്ക് മേക്കിംഗ് അല്ലെങ്കിൽ വെണ്ണ കടഞ്ഞെടുക്കുക എന്ന് പറയും. ഇതിന് പ്രോസസ്സ് പറഞ്ഞാൽ ഏതാണ്? ചേർണിങ് ആണ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിച്ചെടുക്കുക എന്നുള്ളതാണ് ഫിൽട്രേഷൻ. വിനോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ആയിട്ടുള്ള ഇതിനെ പാർട്ടിക്കിൾസിനെ പറത്തി മാറ്റിയിട്ടാണ് വിനോയിങ് എന്ന് അറിയപ്പെടുന്നു. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അട്രാക്ട് മാഗ്നറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് എല്ലാം അതിനകത്ത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് മാറുകയും ചെയ്യുന്നുണ്ട്. ആൻസർ ഏതാ വരിക? രണ്ടാമത്തെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ വിൽ ബി ഫാസ്റ്റർ. റസ്റ്റിംഗ് ഓഫ് അയൺ എന്നറിയപ്പെടുന്ന ഫാസ്റ്റർ ആയിട്ട് നടക്കുന്ന ഏതിനകത്താണ്? ദെയർ ഇസ് നോ മോയ്സ്ചർ ഇൻ എയർ. വെള്ളത്തിന്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ റസ്റ്റിംഗ് നടക്കത്തില്ല, തെറ്റാണ്. മോയ്സ്ചർ കണ്ടെയ്ൻ ഇൻ ദ എയർ ഈസ് ഹൈ. എന്താ പറയുക? അതായത് എയറിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ റസ്റ്റിംഗ് കൂടുതൽ സ്പീഡിൽ നടക്കുന്നുണ്ട്. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഇൻ ദ എയർ ഈസ് ഹൈ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ റസ്റ്റിംഗ് നടക്കും. അടുത്തതാണ് നൈട്രജൻ കണ്ടന്റ് ഈസ് ഇൻ ദ എയർ ഈസ് ഹൈ. നൈട്രജൻ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റസ്റ്റിംഗ് പ്രോസസ്സ് നടക്കും. ഏതായിരിക്കും? നൈട്രജൻ കണ്ടന്റോട് യാതൊരു ബന്ധവുമില്ല, കാർബൺ ഡൈ ഓക്സൈഡ് യാതൊരു ബന്ധവുമില്ല. മോയ്സ്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് നടക്കത്തില്ല? ഓക്സിഡേഷൻ നടക്കത്തില്ല. അന്നേരം എന്താ ആൻസർ വരിക? മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ എയർ ഈസ് ഹൈ. അല്ലെ, എയറിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് എക്സാമ്പിൾ ആണത്? ഓക്സിഡേഷൻ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി കോസ് പ്രോബ്ലം ഇൻ പാസിംഗ് സ്റ്റൂള്? അല്ലെ, കൂടുതലായിട്ട് അല്ലെ സ്റ്റൂൾ പുറത്ത് പോകാതൊക്കെ വരുന്ന സമയത്ത് ഏതിന്റെ ഡെഫിഷ്യൻസിക്ക് കാരണമായിരിക്കും എന്ത് ചെയ്യുക? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാസിംഗ് ടോയ്ലറ്റിലൊക്കെ പോകുന്നതൊക്കെ പാടായിട്ടൊക്കെ തോന്നുന്നത് ഏതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്? വൈറ്റമിൻസ്, ഷുഗർ, ഫാറ്റ്, ഫൈബർ. ഏതായിരിക്കും ആൻസർ വരിക? ഓക്കെ, രണ്ടുപേരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ചെല്ലാത്തത് കൊണ്ടാണ് സ്റ്റൂൾ എന്തായിട്ട് മാറുന്നത്? അല്ലെ, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പ്രോബ്ലം, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഫോം ചെയ്യുന്നത് ഫൈബർ കണ്ടന്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാത്തത് കൊണ്ടുള്ള റീസൺ കൊണ്ടാണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണെന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ക്ലോറോഫിൽ ഇൻ ദ പ്ലാന്റ്സ്? പ്ലാന്റ്സിനകത്ത് എന്ത് ചെയ്യുകയാണ്? ക്ലോറോഫിലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ടു അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുകയാണ്. ടു റിലീസ് ഓക്സിജൻ ഇൻ ടു ദ എയർ. എയറിലോട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത എന്താണ്? ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. സൺലൈറ്റിനെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുകയാണുള്ളത്. ഫോട്ടോസിന്തസിസ് ഉള്ള പ്രോസസ്സ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത എന്താണ്? ടു സ്റ്റോർ ഫുഡ് ഇൻ ദ സീഡ്. സീഡിനകത്ത് ഫുഡിനെ സ്റ്റോർ ചെയ്യുക. ഈ മൂന്നിനകത്തും ഏതാണ് ക്ലോറോഫിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരിക? ടു അബ്സോർബ്. അല്ലെ, ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. അല്ലെ, ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ക്ലോറോഫിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? 25 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയോ? 25 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? ഓക്കെ ആണ്?
ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും അല്ലേ, നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണെന്നുള്ള കോൺഫിഡൻസ് കിട്ടും. നമ്മൾ കൂടുതലായിട്ട് ഓവറായിട്ട് കോൺഫിഡൻസ് എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളൊക്കെ വർക്കൗട്ട് ചെയ്യണം, മാത്സ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ചെയ്യുമോ എല്ലാവരും? ഇനി നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, 1-ാം തീയതി തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇനിയെങ്കിലും ഈ 2 ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്ത് നോക്കണം. മോക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈമിനുള്ളിൽ നമുക്ക് കവർ ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കി എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അത് പഠിച്ചു പോകണം. ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.